വിശ്വാനി ദേവസവിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്ന ആസുവ. ഞങ്ങളുടെ എല്ലാവരുടെയും ദുരിതം ഇല്ലാതായി സുഖസമൃദ്ധി ഭദ്രം ഉണ്ടാവട്ടെ എന്നാണ് ഈ യജുർവേദ മന്ത്രത്തിൻ്റെ അർത്ഥം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രഗത്ഭമതിയായ വ്യക്തികൾക്കും എൻ്റെ ശിഷ്യന്മാർക്കും ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ 6ാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇങ്ങനെ 6 വർഷങ്ങളായി അല്ലെങ്കിൽ 7-8 വർഷങ്ങളായി നടന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഗ്നിഹോത്രവും സന്ധ്യാവനവും വേദമന്ത്രങ്ങളും ഉച്ചരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് എന്നത് ഏതൊരു ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷദായകമായ ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ 7ാമത്തെ ബാച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വേദപഠനം എന്തിനാണ് എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ആളുകൾ സ്വയം ആചരിച്ചുകൊണ്ട് അത് ജനങ്ങളെ കാട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നതുകൊണ്ടാണ് വേദം പഠിക്കുന്നത് എന്ന് അവരുടെ ജീവിതം കണ്ടാൽ ഇന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിധം ഈ സംസ്കാരം ജനങ്ങളിൽ കിളിർത്തു വന്നിട്ടുണ്ട്. അതേറെ സന്തോഷദായകമായ ഒരു കാര്യമാണ്. 10 വർഷം മുമ്പ് ഹിന്ദുക്കളുടെ അഥവാ സനാതന ധർമ്മികളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്ന് ഞാൻ ഒരു സദസ്സിൽ ചോദിച്ചപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, ഉപനിഷത്തുക്കൾ എന്ന് തുടങ്ങി വിവിധ പേരുകൾ പറഞ്ഞെങ്കിലും ഒരാൾ പോലും വേദമാണ് എന്ന് പറഞ്ഞു കേട്ടില്ല. എന്നതിൽ നിന്ന് ഇന്നെത്തിയപ്പോൾ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന് ഏറ്റവും ചുരുക്കം ചിലരെങ്കിലും മനസ്സിലാക്കുകയും അത് പറയാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ മനസ്സിലാക്കും. ഇത് പറയുന്ന സമയത്ത് നമ്മള് പല ആളുകളും നമ്മൾ ഹിന്ദു ധർമാനുയായികളാണ് എന്ന് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദു ധർമാനുയായി ആകുന്നത് എന്നൊരു ചോദ്യം ആരും പറഞ്ഞു കാണില്ല. ചരിത്രപരമായി അത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. സിന്ധു നദിക്ക് അപ്പുറത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പുറത്ത് താമസിക്കുന്നവർ സകാരം പേർഷ്യൻ ഭാഷകളിൽ ഹകാരം ആകുന്നത് കൊണ്ട് സിന്ധു എന്നത് ഹിന്ദു എന്നായി എന്നത് അതിന്റെ ഒരു വ്യാഖ്യാനം. സപ്ത എന്നത് ഹഫ്ത എന്നാകുന്നത് പോലെ ഹിമാലയം മുതൽ ഹിന്ദു സരോവരം വരെയുള്ള ഒരു സാമ്രാജ്യത്തെ ആ 2 പേരിന്റെയും അക്ഷരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹിന്ദു എന്നാക്കി എന്നത് മറ്റൊരു വ്യാഖ്യാനം. പക്ഷെ ഇതിന് പേര് സനാതന വൈദിക ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്നാണ്. സനാതനം എന്നാൽ മാറാത്തത് എന്നർത്ഥം. ഒരു കാലത്ത് മാറാത്തതിനെയാണ് സനാതനം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തെ അഥവാ സനാതന ധർമ്മം എന്ന് വിളിക്കാൻ കാരണം? സനാതനം എന്നാൽ ഒരിക്കലും മാറാത്തത് എന്നർത്ഥമാണ്. എന്നും പുതിയതായിരിക്കുന്നത് മാത്രമേ ഒരിക്കലും മാറാതിരിക്കുകയുള്ളൂ. എന്നും പുതിയതായിരിക്കണം. എന്നും പുതുതായിരിക്കുന്നതിന് സംസ്കൃതത്തിൽ ഒരു പേരുണ്ട്, പ്രണവം എന്നാണ് പേര്. പ്രകർഷേണ നവമായിരിക്കുന്നതാണ് പ്രണവം. എല്ലാ കാലത്തും പുതിയതായിരിക്കുന്നതാണ് പ്രണവം അഥവാ ഓംകാരം. ആ ഓംകാരം എന്ന് പറയുന്നത് ഈശ്വരന്റെ പേരാണ്. തസ്യവാചക പ്രണവ, ഈശ്വരന്റെ പേരാണ് ഓം എന്നത്. ആ ഈശ്വര സ്മരണയോടുകൂടി മാത്രമേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ, ഏത് മന്ത്രവും ചൊല്ലുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഓം എന്നതിൽ നിന്ന് തുടങ്ങി മന്ത്രങ്ങൾ ജപിക്കുന്നതും. ഓം എന്ന് പറഞ്ഞാൽ പ്രണവം എന്നാണ്. പ്രകർഷേണ നവമായിരിക്കുന്നത്, എന്നും പുതുതായിരിക്കുന്നത് എന്നാണ്. എന്നും പുതുതായിരിക്കുന്ന പ്രണവത്തെ തജ്ജവസ്തദർത്ഥഭാവനം, അർത്ഥഭാവനയോടുകൂടി എപ്പോഴും ജപിക്കണം. ഇതാണ് ഓംകാരത്തിന്റെ മഹിമ. ഇത് പറയുന്നത് പതഞ്ജലിയുടെ യോഗ ദർശനത്തിലാണ്.
ആ പതഞ്ജലിയുടെ യോഗദർശനത്തിൽ പറയുന്ന ഓം അഥവാ പ്രണവത്തെ പ്രകർഷേണ നവമായിരിക്കുന്നതിനെ, എന്നും പുതുതായിരിക്കുന്നതിനെ, ഒരിക്കലും പഴകിപ്പോകാതിരിക്കുന്നതിനെ ഉപാസിക്കുന്നവരായതുകൊണ്ടാണ് ഇവർ സനാതന ധർമാവലംബികളായി മാറിയത്. നമ്മുടെ സനാതന ധർമ്മം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്? കൃതന്തോ വിശ്വമര്യം, ഈ ലോകത്തെ മുഴുവൻ ആര്യവൽക്കരിക്കണം എന്നതാണ് പഴയ ഋഷിമാരുടെ കാഴ്ചപ്പാട്. എന്നതിനർത്ഥം ഏതെങ്കിലും ഒരു അക്രമകാരികൾ കടന്നു വന്ന് വാളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസലങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ നേരിടുക അല്ലെങ്കിൽ നേടുക എന്നതായിരുന്നില്ല. മറിച്ച് ആര്യം, ശ്രേഷ്ഠത കൊണ്ട് നമുക്ക് രാവണനാകാം എന്ന് പറഞ്ഞ ആദ്യത്തെ മതമാണ് സനാതന വൈദിക ധർമ്മം. ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഒരിക്കലും അരാവണനാകരുത് എന്ന്. നിങ്ങൾ ഒരിക്കലും അരാവണനാകരുത്, അതായത് നിങ്ങൾ രാവണനാകണം എന്ന്. രാവണൻ എന്നതിന് സഭ്യപൂർണ്ണം, സംസ്കാരപൂർണ്ണം, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ഉയർന്നു നിൽക്കുന്നവൻ എന്നാണ് രാവണൻ എന്ന പദത്തിന്റെ അർത്ഥം. രോധിപ്പിക്കുന്നവൻ, കരയിപ്പിക്കുന്നവൻ എന്നൊരർത്ഥവും ഇതേ രാവണൻ ഉള്ളതുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ കരയിപ്പിച്ചപ്പോൾ വിരോധാഭാസം കൊണ്ട് രാവണൻ എന്ന പേര് രാമന്റെ എതിരാളിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പുരാണത്തിന്റെ കഥ. ഞാൻ പറയുന്നത് വാക്കുകളുടെ അർത്ഥമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് ഹിന്ദു മത അല്ലെങ്കിൽ ധർമ്മ പഠനം അനിവാര്യമാണ്? ഞാൻ കഴിഞ്ഞ 15 വർഷം മുമ്പ് ഇവിടെ ഓരോ ആളുകളുടെ അടുത്തും പോയി ഞാൻ എന്താണ് ആചരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഹിന്ദു ധർമ്മ അവലംബിയാകുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ പലരും എനിക്ക് തന്ന ഉത്തരങ്ങൾ പലതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ ആശയങ്ങളാണ് പലരും പറഞ്ഞു തന്നത്. ഒരാൾ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു തിരി കത്തിക്കാൻ ഒരാളും, 2 തിരി കത്തിക്കാൻ മറ്റൊരാളും, 3 തിരി കത്തിച്ചാൽ ആൾ മരിച്ചു പോകുമെന്നും 4 കത്തിച്ചിട്ടില്ലെങ്കിൽ തലമുട്ടി കളിക്കുമെന്നും പറയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവൻ വിളക്കെ കത്തിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് ചിന്തിച്ചാൽ അതിലെന്താണ് തെറ്റ്? ആർക്കും ഒരു തെറ്റ് പറയാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ എവിടെ, എന്ത്, എങ്ങനെ ആചരിക്കണം എന്നറിയില്ല. നമുക്ക് ധർമ്മം എന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഭക്തിപൂർവ്വം നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഭാഗവതം കേൾക്കുന്നുണ്ട്, ഉപനിഷത്ത് വായിക്കുന്നുണ്ട്, അധ്യാത്മമായ ചിന്തകളിൽ കടന്നു പോകുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ആ ശരികൾക്കെല്ലാം അപ്പുറത്ത് യഥാർത്ഥത്തിൽ ആചരണം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഹിന്ദു ധർമാവലംബിയാകേണ്ടത്? ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ ആചരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഒരു മുസ്ലിമായി തീരുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ ആചരണ വ്യവസ്ഥകളുണ്ട്. ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന് കൃത്യമായ ആചരണ വ്യവസ്ഥകളുണ്ട്. ഒരു മുസ്ലിമിന് ഒരു പ്രധാന ഗ്രന്ഥമുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രധാന ഗ്രന്ഥമുണ്ട്. അത് ബൈബിൾ ആകട്ടെ, ഖുർആൻ ആകട്ടെ, അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്. ഹിന്ദു ധർമ്മത്തിൽ എന്താണ് ഗ്രന്ഥം, എന്താണ് ആചരണങ്ങൾ, ഇതെനി ഒരിക്കൽ പോലും നമ്മുടെ ചർച്ചകളിലേക്ക് കടന്നു വരുന്നില്ല എന്നത് വളരെ ദുഃഖപൂർവമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരു അടിസ്ഥാന ഗ്രന്ഥമുണ്ട്. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങൾ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, മറിച്ച് പറയുന്നത് നമ്മുടെ ഓരോ കൃതികളിലാണ്. ഉദാഹരണത്തിന് ഭാഗവതം നമ്മൾ സപ്താഹം കൊണ്ടാടുന്നുണ്ട്, നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, എല്ലായിടത്തും വായിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ പറയുന്നത് വേദം പ്രത്യക്ഷ നാരായണം സാക്ഷാത്, പ്രത്യക്ഷമായ നാരായണൻ വേദമാകുന്നു എന്നാണ്. ആ വേദത്തെ പിന്തുടരേണ്ടതുണ്ട്. വേദം പ്രത്യക്ഷ നാരായണം സാക്ഷാത്, സാക്ഷാത് നാരായണൻ, വേറെ ആരുമല്ല, വേദമാണ് എന്ന് പറയുന്നത് ഭാഗവതമാണ്. ആ ഭാഗവതത്തിന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നു എന്ന് തന്നെയാണ്. യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ ഭാഗവതം